ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, കർത്താവിനാൽ അനുഗ്രഹീതരായവരെ, ധനഹ പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നാം ഏവരും ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതായ ധനഹായുടെ ആ വലിയ സന്ദേശത്തിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേകമായി നമ്മൾ ദൈവത്തിൻ്റെ സഭയുടെ നടത്തിപ്പിനെ കുറിച്ചുള്ളതായ ചിന്തകളാണ് പ്രധാനമായി ധ്യാനിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്കും പിന്നീട് അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്കും വിളിച്ചു ചേർത്തതായ ശ്ലീഹന്മാരെ വിളിക്കുന്നതായ ഭാഗങ്ങളാണ് പ്രത്യേകമായ ചിന്തയ്ക്കായിട്ട് പിതാക്കന്മാർ ക്രമീകരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ളതായ വേദഭാഗങ്ങളാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. 2 ശിഷ്യന്മാരെ കർത്താവ് പ്രത്യേകമായി വിളിച്ച് വേർതിരിക്കുന്നു. ഫിലിപ്പോസും അവൻ്റെ സുഹൃത്തായ നഥനിയേലും. ഫിലിപ്പോസിനെ കർത്താവ് കണ്ടുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, നീ എൻ്റെ പിന്നാലെ വരിക. അവൻ ചെന്ന് തൻ്റെ സുഹൃത്തായ നഥനിയേലിനെ കണ്ടുകൊണ്ട് പറയുന്നു, മോശയും ദീർഘദർശിമാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടു. അതിന് അവർ തമ്മിലുള്ളതായ വാദപ്രതിവാദങ്ങളുടെ അവസാനം ഫിലിപ്പോസ് നഥനിയേലിനോട് പറയുന്നു, നീ വന്ന് കാണുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെ കൂടി യേശു തമ്പുരാൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഫിലിപ്പോസും അവൻ്റെ സുഹൃത്തായ നഥനിയേൽ എന്ന 2 ശിഷ്യന്മാരെയാണ് നാം ഈ വേദഭാഗത്ത് കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമുക്ക് നൽകുന്നതായ 1-2 ചില സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും ഏറ്റവും അനുവർത്തിക്കേണ്ടതായ ഒന്നാണ്. ഈ ലോകത്തിലേക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ പാത ഞാനും നിങ്ങളും പിന്തുടരുമ്പോൾ അവൻ്റെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാനുള്ളതായ ഒരു ഉത്തരവാദിത്വവും കടമയും നമുക്കുണ്ട് എന്ന് ഈ വേദഭാഗം അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ ഈ വേദഭാഗം നൽകുന്നതായ സന്ദേശമെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇറ്റ് ഐഡന്റിഫൈയിങ് അതേഴ്സ് സർക്കംസ്റ്റാൻസസ്, മറ്റുള്ളവരുടെ സാഹചര്യങ്ങളെ അറിയുന്നതായ ഒന്നാണ് ഈ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ കാണുന്നത്. ഇവിടെ നഥനിയേലും ഫിലിപ്പോസിനെയും കർത്താവ് വിളിക്കുന്നുണ്ട്. കർത്താവ് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ വിളിക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കിയാണ് കർത്താവ് അവരോട് പ്രതികരിക്കുന്നത്. ഒരാളോട് എന്നോടൊപ്പം നീ വരിക എന്ന് പറയുമ്പോൾ മറ്റൊരാളിനെ കാണുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നഥനിയേലിനെ കാണുമ്പോൾ പറയുന്നു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കാപഠ്യമില്ല. തുടർന്നും പറയുന്നുണ്ട്, നിന്നെ ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞവനാണ് ഞാൻ. അവനോട് കർത്താവിനോട് നഥനിയേൽ ചോദിക്കുന്നുണ്ട്, നീ എന്നെ അറിയുന്നു, നീ എങ്ങനെ എന്നെ അറിയുന്നു? നസ്രയത്തിൽ നിന്ന് ഒരു നന്മ വരുമെന്നുള്ളതായ പ്രതീക്ഷകളൊന്നും തന്നെ എനിക്കില്ല. അപ്രകാരമുള്ളതായ ചിന്തകളുടെയൊക്കെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ 2 കൂട്ടരുടെയും മനസ്സിൽ, അത് ഫിലിപ്പോസിന്റെ ആകട്ടെ നഥനിയേലിന്റെ ആകട്ടെ കർത്താവിന്റെ ആകട്ടെ, 2 വിഭാഗത്തിലും പെടുന്നവരുടെ മനസ്സിൽ മറ്റുള്ളവരെ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ളതായ ചില ചിന്തകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമ്മേവരും അനുവർത്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിൽ അവരുടേതായ കുറവുകളും ബലഹീനതകളും ഉണ്ടാകാം, അവരുടേതായ പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആ ജീവിത സാഹചര്യങ്ങളിൽ അവരെ അറിയുവാനും മനസ്സിലാക്കുവാനും എനിക്ക് നിങ്ങളും സാധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് സമാധാനത്തിൻ്റെയും ശാന്തിയുടേതുമായ അനുഭവങ്ങൾ ധാരാളമായി ഉണ്ടാകും. പരസ്പരം മനസ്സിലാക്കുവാൻ, അത് കുടുംബ ജീവിതത്തിലാകട്ടെ, ഇടവക ജീവിതത്തിലാകട്ടെ, സാമൂഹിക ജീവിതത്തിലാകട്ടെ, എവിടെയായിരുന്നാലും പരസ്പരം മനസ്സിലാക്കുവാനും ദൈവികമായ അനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുവാനും സാധ്യമാകുന്നുവെങ്കിൽ അവിടെ നാം ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടും. രണ്ടാമതായിട്ട് ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ നാം കാണുന്നത്, ഈ 2 ശിഷ്യന്മാരും they finds the real teacher. അവരുടെ യഥാർത്ഥ ഗുരുവിനെ അവർ കണ്ടു. അവരുടെ യഥാർത്ഥ ഗുരുവിനെ അവർ കാണുകയാണ്.
ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെയും ഗവേഷണ പഠനത്തിൽ ആയിരിക്കുന്നവർക്കൊക്കെയും പ്രത്യേകമായി ഗൈഡിനെ നിയമിച്ചു കൊടുക്കുന്നതായ ഒരു രീതിയുണ്ട്. ഈ ഗൈഡിനെ കുറിച്ച് ആ പഠനം നടത്തുന്ന ആൾ സ്വയമേ ഒരാളിനെ കണ്ടെത്തും. അതിന് ഒരു ബോർഡ് കൂടി അതിൽ നിന്ന് യുക്തമായ, ഒരുപക്ഷെ അതിനേക്കാൾ നല്ല ഒരാളിനെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ സജസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ആ പഠനം ഏറ്റവും നന്നാക്കുവാൻ വേണ്ടി. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മാതൃകയാക്കാവുന്നതായ ഒരു ഗൈഡ് മാത്രമേ നമുക്കുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഇവിടെ നഥനിയേലും ഫിലിപ്പോസും മറ്റെല്ലാ ശിഷ്യന്മാരും ഈ കർത്താവിനെ കണ്ടവരാണ്. അവനെ തൻ്റെ ഗുരുവായി സ്വീകരിച്ചവരാണ്. അവർക്ക് മറ്റൊരു ലോകത്തിലെ മറ്റൊരാളെയും അവർക്ക് മാതൃകയാക്കുവാനില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഗുരുവിനെ പിൻപറ്റി ചെല്ലുവാൻ തക്കോണം അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കിയ ഏറ്റവും വലിയതായ ഒരു അനുഭവം. ഇന്ന് നാമൊക്കെയും ഒരു പരിശുദ്ധന്റെ പാദാധികത്തിൽ ഇരിക്കുന്നവരാണ്. ഈ പരിശുദ്ധൻ നമ്മോടും പറയുന്നു, ഞാൻ കണ്ടവനായ ഏറ്റവും ശ്രേഷ്ഠനായ ഗുരു കർത്താവാണ്. നിങ്ങളും വന്നു കാണുക, നിങ്ങളും ഇതിനെ അനുഭവിച്ചറിയുക. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പരിമല തിരുമേനി നമുക്ക് കാണിച്ചു തന്നവനായ ഈ ശ്രേഷ്ഠ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആ ഒരു യഥാർത്ഥ ശിഷ്യത്വത്തിലാക്കുവാനും നമുക്ക് ഏവർക്കും സാധ്യമായി തീരണം. മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ മൂന്നാമത്തെ കാര്യം, അതിൻ്റെ they finds the hidden blessings of the great teacher. ആ യഥാർത്ഥ ഗുരുവിൽ അടങ്ങിയിരുന്നതായ മറഞ്ഞു കിടന്ന ചില അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കോണം ഈ ശിഷ്യർക്ക് പ്രാപിച്ചു. ഇവിടെ നഥനിയേൽ കർത്താവിനോട് ചില വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുമ്പോൾ അവസാനം അവൻ സ്വയം അവന്റെ സന്നിധിയിൽ കുമ്പിട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഗുരു, നീ അങ്ങ് തന്നെ ദൈവപുത്രൻ, നീ തന്നെയാകുന്നു ഇസ്രായേലിന്റെ രാജാവ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വയം നഥനിയേല് ദൈവമുമ്പാകെ സമർപ്പിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് യേശു തമ്പുരാൻ പറയുന്നുണ്ട്, നീ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നെ വിശ്വസിച്ചു. ഇവയിലും വലുതായുള്ളതായ കാര്യങ്ങൾ നീ കാണും. പ്രിയമുള്ളവരെ, നാം ഒക്കെയും ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുമ്പോൾ നാം ഭൗതികമായ ചില ചെറിയ അനുഭവങ്ങളുടെ അവസ്ഥയിലായിരിക്കുന്നവരാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയതായ കാര്യങ്ങൾ കാണുവാനും അതിനെ അനുഭവിക്കുവാനും വെളി ലഭിച്ചവരാണ് എന്നുള്ളതായ കാര്യം നാം ഒരു നാളും മറന്നു പോകരുത്. അങ്ങനെ നാം മറന്നുപോയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥമില്ലാതായി മാറും. അതുകൊണ്ട് ദൈവം നൽകുന്നതായ മറഞ്ഞു കിടക്കുന്നതായ ചില അനുഗ്രഹങ്ങളുണ്ട്. ഈ മറഞ്ഞു കിടക്കുന്നതായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരണം. പരിശുദ്ധനായ തോമാസ് ലീഹായോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ കണ്ടുകൊണ്ട് വിശ്വസിച്ചു, എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിക്കുന്നതായ അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും തോമാസ് ലീഹായുടെ പിൻഗാമികളായിട്ട് കർത്താവ് വിളിച്ചുവെങ്കിൽ തോമാസ് ലീഹായുടെ ഒപ്പം നിന്നുകൊണ്ട് നമുക്കും പറയാം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അത് ഈ മറഞ്ഞു കിടക്കുന്നതായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനുള്ളതായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ക്രമങ്ങളായി മാറണം. ഇന്ന് ദേവാലയത്തോടും ദൈവിക കർമ്മങ്ങളോടും വിമുഖത കാണിക്കുന്ന ഒരു സമൂഹമുണ്ടെന്ന് നാം പലയിടത്തും കേൾക്കുകയും പറയുകയും ചെയ്യുന്നതായ ഒരു സമൂഹത്തിലും ഒരു സാഹചര്യങ്ങളിലുമാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിത ക്രമങ്ങളിൽ, നമ്മുടെ സാമൂഹിക ക്രമങ്ങളിലൊക്കെയും നാം ഒന്ന് പരിശോധിക്കുക. ആ ദൈവാലയത്തിൻ്റെയും ദൈവിക അനുഭവങ്ങളിലേക്കും കടന്നു വരുമ്പോൾ നമുക്ക് മറഞ്ഞു കിടക്കുന്നതായ ചില മർമ്മങ്ങളെ, ചില അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അത് വേറൊരിടത്തു നിന്നും നമുക്ക് ലഭ്യമാവുകയില്ല. അത് നമ്മുടെ സ്വയം ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാനെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതിനെ അറിയുവാനും അനുഭവിക്കുവാനും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കോണം ഇടയായി തീരണം. ഇതാണ് ഈ ശ്രേഷ്ഠ ഗുരുവിനെ പ്രാപിക്കുവാനും അറിയുമ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഫിലിപ്പോസും നഥനിയേലും അവരുടെ ശ്രേഷ്ഠ ഗുരുവിനെ അവർ കണ്ടെത്തി. അവർ ദൈവസന്നിധിയിൽ പരസ്പരം മനസ്സിലാക്കി തമ്പുരാന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ ഈ യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധത്തിലേക്ക്, ക്രിസ്ത്യാനിക്ക് ഉചിതമായ ജീവിതത്തിലേക്ക് അവർ ചേർക്കപ്പെട്ടു. അവർ വീണ്ടും തങ്ങളുടെ ശ്രേഷ്ഠ ഗുരുവായി കർത്താവിനെ അവരുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ അവർക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചു. മറഞ്ഞു കിടന്നതായ ദൈവിക അനുഗ്രഹങ്ങളെ കാണുവാനും അറിയുവാനും അവർക്ക് സാധിച്ചപ്പോൾ അതിലൂടെ ക്രിസ്തീയ അനുഭവത്തിന്റെ മൂല്യങ്ങളെ
കൂടുതൽ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ചെടുക്കുവാൻ തക്കോണം ഈ ശിഷ്യന്മാർക്ക് സാധിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇപ്രകാരമുള്ളതായ ഉത്തമമായ ക്രിസ്തീയ ജീവിതത്തിന് അർഹമായി തീരുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമുക്ക് സാധ്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.